ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഈ 2024 കറണ്ട് അഫയേഴ്സാണ്. ഈ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സാണ്. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം കാംഗസാന്തുറെ തുറമുഖമാണ്. എന്താണ് ഉത്തരം? കാംഗസാന്തുറെ തുറമുഖം. അപ്പോൾ കാംഗസാന്തുറെ എന്ന് പറയുമ്പോൾ കണ്ടാൽ സന്തോഷം എന്നോർത്ത് വെച്ചാൽ മതി. ഇന്ത്യക്കും സന്തോഷം, ശ്രീലങ്കയ്ക്കും സന്തോഷം. ശ്രീലങ്ക നമ്മളോട് അടുക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം എന്ന് പറയുന്നത് കാംഗസാന്തുറെ തുറമുഖമാണ്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത്? 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ആസാമിലെ ഗുവാഹട്ടിയിലാണ് നടക്കുന്നത്. ഗുവാഹട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആസാമിലാണ്. ഗുവാഹട്ടി എന്ന് ഓർക്കുമ്പോൾ ജൂനിയറാണ്, ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ്. അതും കൂടി ഓർത്തു വയ്ക്കണം. അതിന് ബാറ്റ് തട്ടി എന്നോർത്ത് വെച്ചാൽ മതി. ആരുടെ ബാറ്റ് തട്ടി? ജൂനിയറിൻ്റെ ബാറ്റ് തട്ടി. ആരുടെ കയ്യിൽ? സീനിയറുടെ കയ്യിൽ. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ജൂനിയറായി, ബാഡ്മിൻ്റനായി. ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ബാറ്റ് തട്ടി എവിടെയാണ്? ഗുവാഹട്ടി. രണ്ടിലും ടി ഉണ്ട്. അത് വെച്ച് നമുക്ക് അങ്ങനത്തെ ചെറിയ വാക്കുകൾ ഓർത്തു വച്ചാൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാത്ത ബോംബർ വിമാനം FWD-200B ആണ്. എങ്ങനെ ഓർത്തു വയ്ക്കുക? ഫസ്റ്റ് എന്നുള്ളതിന് എഫിന് ഫസ്റ്റ് എന്ന് ഓർത്തു വയ്ക്കുക. W എന്ന് പറഞ്ഞാൽ വെപ്പണൈസ്ഡ്, ആയുധവൽക്കരിക്കപ്പെട്ട. അപ്പോൾ W ആയി. ഇനി ഒരു D ആണ്. D എന്ന് പറഞ്ഞാൽ ഡ്രോൺ. ആളില്ലാത്ത വിമാനം എന്ന് പറയുന്നത് ഡ്രോണാണ്. അപ്പോൾ ഫസ്റ്റ് വെപ്പണൈസ്ഡ് ഡ്രോൺ. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അതുതന്നെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്നല്ല ഞാൻ പറയുന്നത്. ഓർമ്മയിൽ വയ്ക്കാൻ ഫസ്റ്റ് വെപ്പണൈസ്ഡ് ഡ്രോൺ. ഇനി 200B എന്നും കൂടി വേണം. അപ്പോൾ ഫസ്റ്റ് വെപ്പണൈസ്ഡ് ഡ്രോൺ, B എന്ന് പറയുമ്പോൾ ബോംബറാണ്, 200 എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് FWD എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ആളില്ലാ ബോംബർ വിമാനം FWD എന്നുള്ളത് നമ്മൾക്ക് ഓർത്ത് വയ്ക്കാൻ ഫസ്റ്റ് വെപ്പണൈസ്ഡ് ഡ്രോൺ 200B. B എന്ന് പറഞ്ഞാൽ ബോംബർ. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി ആരെയാണ് നിയമിച്ചത്? P. വിജയൻ IPS ആണ്. വിജയൻ വന്നതോടുകൂടി അക്കാദമിയിൽ നല്ല വിജയമായി എന്ന് വിചാരിക്കുക. അക്കാദമിയിൽ ക്ലാസ്സുകളല്ലേ കൊടുക്കുക സാധാരണ. അപ്പോൾ അക്കാദമിയിൽ വിജയൻ വന്നതോടുകൂടി നല്ല വിജയമായി. അതോടുകൂടി ഒരു പൂരത്തിനുള്ള ആളുകൾ ഈ അക്കാദമിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ പോലീസ് അക്കാദമി തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരം എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. വിജയനാണ്. അവിടെ നല്ല അക്കാദമിക് വിജയം വന്നു എന്നോർത്ത് വെച്ചാൽ മതി. ഈ വർഷത്തെ വേൾഡ് ഫോട്ടോ അവാർഡ് നേടിയ ഫോട്ടോയുടെ വിഷയം ഏതായിരുന്നു? നമുക്കറിയാം, പുലിസ്റ്റർ പ്രൈസ് പ്രാവശ്യം ഗാസ യുദ്ധം റിപ്പോർട്ട് ചെയ്തതിനാണ് അല്ലേ? റോയിട്ടേഴ്സിനും ന്യൂയോർക്ക് ടൈംസിനുമാണ്. അപ്പോൾ അതുപോലെ ഇവിടെയും ഇപ്രാവശ്യത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥി പ്രതിസന്ധി അല്ല, ഗാസയിലെ ഇസ്രയേലി വ്യോമാക്രമണമാണ്. രണ്ടും കൂടി മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ് രണ്ടാമത് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഗാസയിലെ ഇസ്രയേലി വ്യോമാക്രമണമാണ് ഇപ്രാവശ്യത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയ ഫോട്ടോയുടെ വിഷയം. അപ്പോൾ അവിടെ ഈ ഫോട്ടോ പകർത്തിയ ആളുടെ പേര് കൂടി ഓർത്തു വെച്ചോളൂ. മുഹമ്മദ് സലേം ആണ്. മുഹമ്മദ് സലേം ആണ് ഈ ഫോട്ടോ പകർത്തിയത്. അപ്പോൾ മുഹമ്മദ് സലേം, അതും കൂടി ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിനാണ് പ്രാവശ്യത്തെ അവാർഡ്. ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ്? ഇന്ത്യയുടെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ നാവികസേനാ മേധാവി. അഡ്മിറൽ സുനിൽ ദിനേശ് എന്നൊക്കെ വന്നിട്ടുണ്ട്, തെറ്റിപ്പോകരുത്. അഡ്മിറൽ ദിനേശ് കുമാർ
ത്രിപാഠി ആണ് നാവികസേനാ മേധാവി. അപ്പോൾ ഇന്ത്യയുടെ ജനറൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അതായത് സേനയുടെ മുഖ്യ മേധാവി. എല്ലാ സേനയുടെയും കൂടിയും ഒരു മുഖ്യ മേധാവി വന്നിട്ടുണ്ട് അല്ലേ? അതായത് അദ്ദേഹത്തിന് നമ്മൾ എന്താ പറയുക? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് മനോജ് പാണ്ഡെ ആണ്. മനോജ് പാണ്ഡെ ആണ് ചീഫ് ഓഫ് ഡിഫൻസ്. അനിൽ ചൗഹാൻ ആണ് കേട്ടോ. അനിൽ ചൗഹാനാണ്. നമുക്ക് ഓർക്കാൻ ഒരു കോഡ് ഉണ്ടാക്കാം. ആദ്യം ഇതൊന്ന് കേൾക്കാം. ആർമി ചീഫ് ഓഫ് ആർമി ആരാണ്? ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. ചീഫ് ഓഫ് ആർമി എന്ന് പറയുന്നത് മനോജ് പാണ്ഡെയാണ്. അതാണ് ചീഫ് ഓഫ് ആർമിയാണ് മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെ ആണ് ചീഫ് ഓഫ് ആർമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയർ ചീഫ് മാർഷൽ ആരാണ്? നമുക്കറിയാലോ, നമുക്ക് എയർഫോഴ്സ് ഉണ്ട്. അതിൻ്റെ എയർ ചീഫ് മാർഷൽ അഥവാ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്നത് VR ചൗധരിയാണ്. എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്നത് VR ചൗധരി. ഇനി അടുത്തത് നമുക്കറിയാം ചീഫ് ഓഫ് നേവൽ നാവികസേനാ മേധാവി ആരാണ്? അത് വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അപ്പോൾ ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ നമുക്കിതിനൊരു കോഡ് ഉണ്ടാക്കാം. എ ചീഫ് ആർമി മാൻ ചെയേഴ്സ് നേവി ഡിന്നർ. നേവിയുടെ ഒരു ഡിന്നർ നടക്കുകയാണ്. അവിടെ സാധാരണയായിട്ട് നേവിയുടെ ഡിന്നറിന് നേവിയുടെ മേധാവി അതല്ലെങ്കിൽ പരമമേധാവി ചീഫ് ഓഫ് സ്റ്റാഫാണ് എന്ത് ചെയ്യേണ്ടത്? എല്ലാ സേനയുടെയും കൂടി ചീഫാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അവിടെ അധ്യക്ഷം വഹിക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ കോഡിന് വേണ്ടി എ ചീഫ് ആർമി മാൻ ചെയേഴ്സ് നേവി ഡിന്നർ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ. ചീഫ്, എല്ലാത്തിൻ്റെയും ചീഫ് എന്ന് പറയുന്നത് അനിൽകുമാറാണ്. സേനയുടെ 3 സേനയുടെയും കൂടി മേധാവി എന്ന് പറയുന്നത് അനിൽകുമാറാണ്. ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആർമി മാൻ, ആർമിയുടെ മേധാവി മനോജ് കുമാറാണ് അല്ലേ? ആർമിയുടെ മേധാവി ആരാണ്? ആർമിയുടെ മേധാവി മനോജ് കുമാർ അല്ല, മനോജ് പാണ്ഡെ. ആ മനോജ് അവിടെ വന്നു. ആർമി മാൻ. ചെയേഴ്സ് എന്ന് പറഞ്ഞാൽ CH ചൗഹാനെ സൂചിപ്പിക്കുന്നു. എയർ എന്ന് പറയുന്നത് വ്യോമസേനാ മേധാവി. അപ്പോൾ വ്യോമസേനാ മേധാവി ആരാണ്? വ്യോമസേന മേധാവി എന്ന് പറയുന്നത് നമുക്കറിയാം വ്യോമസേന എയറാണ്. എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്നത് ചൗധരിയാണ്. VR ചൗധരി. ആ CH അവിടെ. ഇനി നേവി വ്യോമസേനാ മേധാവി കഴിഞ്ഞു. അത് കൂടാതെ ആർമി കഴിഞ്ഞു. കരസേനാ മേധാവി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നേവിയുടെ നാവികസേനാ മേധാവി അത് DIN ദിനേശാണ്. ദിനേശ് കെ ത്രിപാഠിയാണ്. ദിനേശ് കെ ത്രിപാഠി. ഓർത്തു വയ്ക്കാലോ. എ ചീഫ് ആർമി മാൻ ചെയേഴ്സ് നേവി ഡിന്നർ എന്നോർത്തു വെച്ചാൽ മതി. അതോർത്തു വെച്ചാൽ ഈ ആളുകളുടെ പേരൊക്കെ അതിനൊപ്പം കൊണ്ട് പോരും. ഇന്ത്യയിൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമേതാണ്? അത് ആരാണ്? രവീന്ദ്ര ജഡേജ ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ചും 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യത്തെ താരം എന്ന് പറയുന്നത്. അപ്പം ജഡേജ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 100 റൺസും 100 വിക്കറ്റും 100 റൺസും അതുപോലെ തന്നെ 100 ക്യാച്ചും 1000 റൺസും എടുത്തു എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, ജഡേജ വിജയിക്കുന്ന ആളാണ്. ജഡമല്ല എന്ന് വിചാരിക്കുക. രവീന്ദ്ര ജഡേജ. അടുത്തത് ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച 2 ഭാരതീയ വനിതകൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ആരാണ്? അത് ആലിയ ഭട്ടുണ്ട് ഒന്ന്, മറ്റത് സാക്ഷി മാലിക്കുമാണ്. ആലിയ ഭട്ടും സാക്ഷി മാലിക്കുമാണ്. ആലിയ ഭട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബോളിവുഡ് നടിയാണ്. ആലിയ ഭട്ട് എന്ന് പറയുന്നത് ബോളിവുഡ് താരമാണ്. ബോളിവുഡ് താരമായ ആലിയ ഭട്ടും സാക്ഷി മാലിക്
ഗുസ്തി താരമാണ് അല്ലേ, ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. ഇതാണ് ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 2 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച വനിതകൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് ലോകബാങ്കിൻ്റെ അധ്യക്ഷൻ ഇന്ത്യക്കാരനാണ് എന്ന് നിങ്ങൾക്കറിയാലോ. ലോകബാങ്ക് അധ്യക്ഷൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ലോകബാങ്ക് അധ്യക്ഷനായിട്ടുള്ള ആരാണ്? അജയ് ബാങ്ക. ബാങ്ക എന്നോർത്ത് വെച്ചാൽ മതി. അജയ് ബാങ്ക ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. പിന്നെ ബോളിവുഡ് നടി ആലിയ ഭട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഗുസ്തി താരം സാക്ഷി മാലിക് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ CEO ആയിട്ടുള്ള സത്യനാഥല്ലെയും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യനാഥല്ലെ അതും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2024 ലോറൻസ് പുരസ്കാരം ഏത് 2 കായിക താരങ്ങൾക്കാണ് ലഭിച്ചത്? 2024 ലോറൻസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഓർത്തു വയ്ക്കുക, നൊവാക്ക് ജോക്കോവിച്ചിനും ഐറ്റാന ബോൺമാറ്റിക്കുമാണ്. ജോക്കല്ല, നോക്ക്, ഒരു ലോറി എന്ത് ഹൈറ്റാണ് എന്നോർത്ത് വയ്ക്കുക. ഞാൻ പറയുന്നത് ജോക്കല്ല, നോക്ക്, ഒരു ലോറി പോകുന്നു, എന്ത് ഹൈറ്റാണ്. അതായത് അവിടെ ആ ലോറിയിൽ ഒരു ലോഡ് ലോറസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം ലോറി എന്ന് പറഞ്ഞാൽ ലോറസ്. ജോക്കല്ല, നോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളുടെ പേര് കിട്ടി, നൊവാക്ക് ജോക്കോവിച്ച്. ജോക്കല്ല, നോക്ക്, ഒരു ലോറി എന്ത് ഹൈറ്റാണ് എന്ന് പറഞ്ഞാൽ ഐറ്റാന ബോൺമാറ്റി. ഇങ്ങനെ നമ്മളൊരു ചെറിയ വാക്കിൽ ഒതുക്കിയത് ഓർമ്മിച്ച് വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. ജോക്കല്ല, നോക്ക്, ഒരു ലോറി എന്ത് ഹൈറ്റാണ്. ജോക്കല്ല, നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊവാക്ക് ജോക്കോവിച്ച്. ലോറി എന്ന് പറഞ്ഞാൽ ലോറസ് പുരസ്കാരം, അതായത് കായിക രംഗത്തുള്ള വളരെ പ്രശസ്തമായ പുരസ്കാരമാണ്. മികച്ച പുരുഷ താരമായി ലയണൽ മെസ്സിയെയും മികച്ച പുരുഷ താരമായി നൊവാക്ക് ജോക്കോവിച്ചിനെയും വനിതാ താരമായി ഐറ്റാന ബോൺമാറ്റിയുമായാണ് തെരഞ്ഞെടുത്തത്. നൊവാക്ക് ജോക്കോവിച്ചാണ് പുരുഷ താരം, ഐറ്റാന ബോൺമാറ്റി വനിതാ താരവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ നൊവാക്ക് ജോക്കോവിച്ച് ഇത് 5ാമത്തെ തവണയാണ് ഈ ലോറസ് അവാർഡ് ലഭിക്കുന്നത്. ജോക്കോവിച്ചിന് ഇതിനു മുമ്പ് 4 തവണ ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ 5ാം തവണയാണ് നൊവാക്ക് ജോക്കോവിച്ചിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് എന്നോർത്ത് വയ്ക്കുക. നൊവാക്ക് ജോക്കോവിച്ചിന് 5 തവണ ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഐറ്റാന ബോൺമാറ്റി, നൊവാക്ക് ജോക്കോവിച്ച് നിങ്ങൾക്കറിയാലോ ഒരു ടെന്നീസ് പ്ലെയറാണ് അല്ലേ. ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്നത് അവരും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്നത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണ വനിതാ ഫുട്ബോളറാണ്. ബാഴ്സലോണയിലെ വനിതാ ഫുട്ബോളറാണ്. അതുകൂടാതെ അവർക്ക് 2023 മറ്റൊരു പ്രശസ്തമായ അവാർഡാണ് ബാലൻ ഡി ഓർ പുരസ്കാരവും ഈ ഐറ്റാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ബാലൻ ഡി ഓർ പുരസ്കാരം ഐറ്റാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2023 ലോറൻസ് സ്പോർട്സ് ജേതാക്കൾ അവാർഡുകൾ എന്ന് പറയുന്നത് ലയണൽ മെസ്സിയും ഷെല്ലി ആൻഡ് ഫ്രേസർ പ്രൈസുമാണ്. ജമൈക്കയിലെ ഓട്ടക്കാരിയാണ് ഷെല്ലി ആൻഡ് ഫ്രേസർ പ്രൈസ്. അതുപോലെ തന്നെ പുരുഷൻ 2023 പുരുഷ താരം എന്ന് പറയുന്നത് ലയണൽ മെസ്സിയുമാണ്, അർജൻറ്റീന ഫുട്ബോൾ താരം. അപ്പോൾ അവിടെ ജോക്കല്ല, നോക്ക്, ലോറസ്, ഒരു ലോറി ലോറസ് എന്ത് ഹൈറ്റാണ്. എയർ ഇന്ത്യ അവസാനിപ്പിച്ച ജനപ്രിയ വിമാനം ഏതാണ്? എയർ ഇന്ത്യ അവസാനിപ്പിച്ച ജനപ്രിയ വിമാനം ബോയിങ് 747 ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പരീക്ഷാ ഹാളിൽ മറന്നു പോകരുതല്ലോ, അതിന് കോഡ് ഉണ്ടാക്കണം. അപ്പോൾ എയർ ഇന്ത്യ അവസാനിപ്പിച്ച വിമാനമാണ്. ആ വിമാനത്തിൻ്റെ ചിത്രം നോക്കൂ. ആ വിമാനത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് 747 കാണാൻ പറ്റുമോ? സുഖമായിട്ട് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ കണ്ടില്ലേ, ഇതൊരു 7ആണ്, ഇതും ഒരു 7ആണ്. കണ്ടോ, 2 7 വന്നു. ആ ചിത്രത്തിൽ നമ്മുടെ മനസ്സിൽ കാണുക, ആ 2 7 വരുന്നു. ഇനി ഒരു 4 ഇതാ ഇവിടെ ഉണ്ട്, ഒരു 4 കണ്ടോ, ഒരു 4 ഇവിടെ ഉണ്ട്, കണ്ടില്ലേ, ഒരു 4 ഇതാ ഇവിടെ വന്നു. അപ്പോൾ 747. ഇങ്ങനെ ആ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിൽ കാണാൻ പറ്റിച്ചാൽ ആ 2 വിങ് വരുന്ന ഭാഗത്ത് 7ഉം ഏറ്റവും ടെയിലിൽ ഒരു 4നെയും ഫിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 747 നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരും.
അപ്പോൾ 747. അല്ലെങ്കിൽ നമുക്കൊരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കാം? ബോയിങ് ഗോയിങ് ഡോർ ടു ഹെവൻ ക്ലോസ്ഡ്. അങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. ബോയിങ് വിമാനം, ഗോയിങ് പോവാണ്, പോയി കഴിഞ്ഞു. ഗോയിങ് ഡോർ ടു ഹെവൻ ക്ലോസ്ഡ്. സ്വർഗത്തിലേക്കുള്ള വാതിലടഞ്ഞു. കാരണം ജനപ്രിയമായ വിമാനമായിരുന്നു ഇത്, അതുകൊണ്ട് ആ സ്വർഗത്തിലേക്കുള്ള വാതിലടഞ്ഞു, അത് പോയി. അപ്പോൾ ഇവിടെ ഡോർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡോർ 4 ഓർമ്മിച്ചിരിക്കാൻ പറ്റുമല്ലോ. ഹെവൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 747 നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ബോയിങ് പോവുകയാണ്. ഡോർ ടു ഹെവൻ ക്ലോസ്ഡ്. ഡോർ എന്ന് പറയുമ്പോൾ 4 എന്ന് ഓർക്കുക, ഹെവൻ എന്ന് പറയുമ്പോൾ 7 എന്നും ഓർക്കുക. ഡോർ ടു ഹെവൻ ക്ലോസ്ഡ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എയർ ഇന്ത്യയുടെ 747 എന്ന് പറയുന്നത് ആകാശത്തിലെ രാജ്ഞിയുടെ യാത്ര എന്നും ഇതിനൊരു പേരുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് ദ സ്കൈ. അപ്പോൾ ആകാശത്തിലെ രാജ്ഞിയുടെ യാത്ര എന്ന് ഓർത്ത് വയ്ക്കുക. ആകാശത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ബോയിങ് 747 ആണ്. എയർ ഇന്ത്യയുടെ ഫ്ലീറ്റിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു. 1971 ഈ ഭീമൻ വിമാനം എയർ ഇന്ത്യ സ്വന്തമാക്കുന്നത്. 1971 അതിന് ആഗ്ര എന്നുള്ള പേരുണ്ടായിരുന്നു, ആകാശത്തിലെ രാജ്ഞി എന്നുള്ള പേരുണ്ടായിരുന്നു. 2021 മാർച്ച് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് അവസാന യാത്ര നടത്തി. ഇപ്പോൾ അത് പൊളിച്ച് കൊടുക്കാനുള്ള കരാറായി അത് പോവുകയാണ്. അതാണ് ബോയിങ് ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ സർവീസ് 1971 ആണെന്നും അവസാന സർവീസ് 2021 മാർച്ച് ആണെന്നും ആഗ്ര എന്നൊരു പേരുണ്ടായിരുന്നു. യാത്രാമാർഗം ഡൽഹി മുംബൈ ആണ് അവസാനത്തേത് എന്നും ഓർക്കുക. 400-ലധികം യാത്രക്കാരെ കൊള്ളുമായിരുന്നു. ദീർഘദൂര ശ്രേണി ഉണ്ടായിരുന്നു. ഇരട്ട ഡെക്ക് ഉണ്ടായിരുന്നു. 1970-കളിൽ വാണിജ്യ വ്യോമയാനത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. എയർ ഇന്ത്യക്ക് ദീർഘദൂര യാത്രകൾ സാധ്യമാക്കി. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിമാനമാണ്. കൂടുതൽ ഇന്ധനക്ഷമതയുള്ള പരിസ്ഥിതി സൗഹൃദവുമായ വിമാനങ്ങളുടെ വരവ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമ്മീഷണർ ആരാണ്? ബ്രിട്ടീഷ് കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിത ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ്? അത് ലിൻറ്റി കാമറൂണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് കമ്മീഷണർ എന്ന് പറയുന്നത് ലിൻറ്റി കാമറൂണാണ്. എന്നാൽ നമുക്കറിയാം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യൻ വംശജനാണ്. ആരാണത്? അദ്ദേഹം ഋഷി സുനക്കാണ്. ഋഷി സുനക്ക് എന്താണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമ്മീഷണറല്ല, ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമ്മീഷണറല്ല, പക്ഷേ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാണ്. അത് ഇന്ത്യൻ വംശജനാണ്. ആര്? ഋഷി സുനക് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യ വനിതാ ബ്രിട്ടീഷ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി ലിൻറ്റി കാമറൂണാണ്. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ക്രാഷ് കോഴ്സിൽ PDF നോട്ടുകളുണ്ടായിരിക്കും, വിശദമായ നോട്ടുകളുണ്ടായിരിക്കും. ഡെയിലി ഒരു പ്ലാൻ തരും, അതിൻ്റെ വീഡിയോ ക്ലാസ്സും PDF-ഉം തരും. എന്നിട്ട് എക്സാം നടത്തും. വൈകുന്നേരത്തോടു കൂടി നിങ്ങൾക്ക് എക്സാമും ചെയ്യാം, നിങ്ങളുടെ മാർക്ക് അറിയാം, തെറ്റായത് അറിയാം. ഇതെല്ലാം തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. ക്രാഷ് കോഴ്സ് ഇന്ന് ഡേ 29 പക്ഷേ ഒന്നാമത്തെ ദിവസം മുതൽ പഠിക്കാം. അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടും. അപ്പോൾ അതിനുള്ള ലിങ്ക് ഈ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.